ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാലറി ഇൻകത്തിൽ പെടുന്ന ഒരൈറ്റാണ് ഗ്രാറ്റുവിറ്റി. നമുക്കറിയാം, ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി, കമ്മീഷൻ, DA പോലെയുള്ള പലതരത്തിലുള്ള അലവൻസസ് ഉണ്ടാവും. പിന്നെ പെർക്യൂസൈറ്റ്സ്, പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി, ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് സാലറി നമുക്ക് ലഭിക്കുക. പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിനോട് ബന്ധപ്പെട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ചില പേയ്മെൻറ്റ്സ് ആണ്. അതിൽ വരുന്ന ഓൾറെഡി ഒരു ഐറ്റം പ്രൊവിഡൻറ്റ് ഫണ്ടിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് പറയാൻ പോകുന്നത് ഗ്രാറ്റുവിറ്റീനെ പറ്റിയിട്ടാണ്. ഗ്രാറ്റുവിറ്റി ഈസ് ഓൾസോ എ സം ഓഫ് മണി പെയ്ഡ് ബൈ എംപ്ലോയർ ടു ഇറ്റ്സ് എംപ്ലോയീസ് at the end of the period of his or her employment as a mark of recognition for contributing to the company. നമുക്കറിയാം, ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ആളുടെ ആ ലൈഫ് പീരീഡ് ഓഫ് സർവീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ പേയ്മെൻ്റാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. സോ എവറി പേഴ്സൺ ഇഫ് ഹി completed 5 years of service can apply for gratuity. So after 5 years and when he retired, left from the organization, he will get some money as gratuity. അറിയാം, ഇൻകം ടാക്സിൽ എക്സംഷൻ കിട്ടാനായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രാറ്റുവിറ്റിയും 3 തരത്തിലാണ് അതിൻ്റെ ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒന്ന്, ഗവൺമെൻറ് എംപ്ലോയീസിന് എങ്ങനെയാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് എ നോൺ ഗവൺമെൻറ് എംപ്ലോയി കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് ആദ്യം നമ്മൾ പറയും അവർക്ക് ഫുള്ളി എക്സംഷൻ ഉണ്ട്, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. വരുന്നത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ വീണ്ടും 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവരുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്. അതായത് വെദർ ഹി ഈസ് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അല്ലെങ്കിൽ അവർ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവർ ചെയ്തിട്ടില്ല. അങ്ങനെ 3 കണ്ടീഷനാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് എങ്ങനെയാണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ, നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ എന്നുള്ളതാണ്. ഫസ്റ്റ് കേസ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. In case of government employees under section 1010 subsection 1, gratuity received by an employee of a government is exempted from tax. അതായത് ഈ ഗ്രാറ്റുവിറ്റിയുടെ സെക്ഷൻസ് എന്ന് പറയുന്നത് 10 സെക്ഷൻ 10-ലാണുള്ളത്. അപ്പോൾ 10(1) വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന് ടാക്സ് കൊടുക്കേണ്ട, ദേ ആർ എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ഇഫ് യു റിസീവ്ഡ് എ ഗ്രാറ്റുവിറ്റി. നെക്സ്റ്റ് ഒരു ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഫ് ദ എംപ്ലോയി, അപ്പോൾ അവർ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എക്സെംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇഫ് ഈ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്തായിരിക്കും കണ്ടീഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ HRAയിലൊക്കെ പറയുന്ന പോലെ ഇവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് എക്സെംപ്റ്റഡ് ആയിട്ട് കിട്ടുക. ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ഈ എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. അതാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഔട്ടർ കോളത്തിൽ എഴുതാം. നോൺ ഗവൺമെൻറ് എംപ്ലോയി കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് പറയുകയാണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ്. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റാണ് 20 lakh rupees. പിന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 15 days വേജസ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് ദർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. ഈ ഒരു എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് സർവീസ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസിൽ നമ്മൾ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഇപ്പോൾ 25 വർഷവും 9 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 26 ഇയേഴ്സ് ആയിട്ടാണ് ആ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് കണക്കാക്കുക. അപ്പോൾ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യും. പറഞ്ഞു ഇവിടെ സാലറി, ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA ആണ്. ഇവിടെ DA എന്ന് പറയുമ്പോൾ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആയാലും അല്ലെങ്കിലും നമ്മൾ ഈ സാലറിനകത്ത് ഈ DA കൂട്ടും. ഓക്കെ, അങ്ങനെയുള്ള ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻക്ലൂഡിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഇഫ് ദ റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി കവേർഡ് അണ്ടർ
ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കേസ് വരുന്നത് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ്. ഈ കേസിൽ 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. അതിൽ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി എമൗണ്ട് എന്ന് പറയുന്നത്. നേരത്തെ 2 സെയിം ആയിട്ട് വരുന്നത്, ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakhും പിന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണ്. മൂന്നാമത് വരുന്ന ഒരു കാര്യം, ഹാഫ് മന്ത്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഫോർ 10 months പ്രിസീഡിങ് ദ മന്ത് ഇൻ വിച്ച് ഇവന്റ് ഒക്കേഴ്സ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, 1/2 ഇൻറ്റു 10 months ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പോൾ 10 months ആവറേജ് സാലറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളിവിടെ 10 months എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആ സാലറിയിൽ വ്യത്യാസം വരാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യില്ല. ഇത് 25 വർഷവും 9 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 25 ആയിരിക്കും അവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കുക. പിന്നെ ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA ആസ് എ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ റിട്ടയർമെൻറ്റ്, കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. നമ്മൾ HRIക്ക് കണ്ടുപിടിക്കുന്ന ആ സാലറിയാണ് ഇവിടെ നമ്മൾ സാലറി ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ ഗ്രാറ്റുവിറ്റിയുടെ ആ കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ ഒരു എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണ് ആ വ്യക്തിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് എങ്കിൽ നമ്മൾ 3 തരത്തിലാണ് അത് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. പിന്നെ വരുന്നത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്, അപ്പോൾ അവർ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ നമ്മൾ 3 കണ്ടീഷൻസ് ഉണ്ട്, അതിൽ ലീസ്റ്റ് എടുക്കും. നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ അനദർ 3 കണ്ടീഷൻസ് ഉണ്ട്, അതിൽ ലീസ്റ്റ് നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി പ്രോബ്ലം നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ചേതൻ റിട്ടയർഡ് ഓൺ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയുന്നുണ്ട്, 1st March 2021 ആഫ്റ്റർ സെർവിങ് ഫോർ 25 years. അപ്പോൾ ആളുടെ ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് 25 ആണ്. ഇവിടെ പറയുന്നുണ്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വാസ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഹീ ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. എന്നിട്ട് ഡ്യൂറിങ് ദ 10 month എൻഡിങ് ഓൺ 28th February 2021 ഹി വാസ് ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് ₹65,000 എന്നും പറയുന്നുണ്ട്. ആളുടെ സാലറി തന്നിട്ടുണ്ട്. പിന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 9,23,800 എംപ്ലോയറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആണ്. അറിയാം, ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കിട്ടുക. ഇവിടെ ചേതൻ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറയുന്നില്ല, നോൺ ഗവൺമെൻറ് എംപ്ലോയി തന്നെയാണ്. അതുപോലെ നോട്ട് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. 3 ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ 3 കണ്ടീഷൻസ് ആണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, പിന്നെ വരുന്നത് ഹാഫ് ഇൻറ്റു 10 months ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അതാണ് നമ്മുടെ ഹാഫ് മന്ത്സ് സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 9,23,800 ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണ്. ഇനി നമ്മൾ ആ ഹാഫ് മന്ത്സ് സാലറി ഫോർ ആവറേജ് 10 years കണ്ടുപിടിക്കണം. നമുക്കറിയാം ആ 10 monthsലും അവർ പറയുന്ന സാലറി 65,000 ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആ 10 months ആവറേജ് സാലറി ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്കറിയാം ഇതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഇൻക്രിമെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ 65,000 ഹാഫ് 1/2 ഇൻറ്റു ഇയർ ഓഫ് സർവീസ്. ഇവിടെ 25 years ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്, ഫ്രാക്ഷൻ ഒന്നുമില്ല. അതുപോലെ സാലറി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് DA കമ്മീഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ബേസിക് സാലറി 65,000 തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 8,12,500 കിട്ടും. അപ്പോൾ ഈ 3 എമൗണ്ടുകൾ 9,23,800, 20 lakh, 8,12,500 ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 8,12,500 ആണ്. ഇതാണ് നമ്മുടെ എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി. ഈ എക്സെംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. 9,23,800 നിന്ന് ഈ 8,12,500 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി 1,11,300 കിട്ടും.
അടുത്തൊരു എക്സാമ്പിളാണിത്. അബു എന്ന് പറയുന്ന ഒരു വ്യക്തി റിട്ടയർ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട് 1 December 2020 ആഫ്റ്റർ സെർവിങ് ഫോർ 26 years and 8 months എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുടെ ആ സർവീസ് പീരീഡിനെ പറ്റിയിട്ട് 26 years and 8 months എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഫ്രാക്ഷൻ വരുന്നുണ്ട് 26 yearsഉം 8 months ആണ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ആൾ എംപ്ലോയർ പേ ചെയ്യുന്നത് 8,70,000 എന്ന് പറയുന്നുണ്ട്. പറയുന്ന സമയത്ത് ബേസിക് സാലറി 32,000ഉം DA 16,000ഉം HRAയും തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇഫ് ഹി ഈസ് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് നോക്കണം. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറയുന്നില്ല, ബിക്കോസ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. നമുക്കറിയാം നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണോ, നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണോ നോക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ഹീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന്. അപ്പം അതിന് 3 കണ്ടീഷൻസിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് നമ്മൾ എടുക്കുക. ഈ 3 കണ്ടീഷൻസിൽ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഈ കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി ആയിട്ട് എടുക്കുക. ഒന്ന് 20 lakh സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, പിന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, 15 days wages for every completed year of service or part thereof in excess of 6 months. അതിനുള്ള ഇക്വേഷനാണ് ലാസ്റ്റ് റൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷനും കൂടെ എടുക്കും. അതായത് 20.5 20 ഇയറും 5 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 അങ്ങനെ എടുക്കും. സാലറി കണ്ടുപിടിക്കാനായിട്ട് ബേസിക് സാലറി പ്ലസ് DA ആണ്. അത് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് DA പറയേണ്ട കാര്യമില്ല. 3 കണ്ടീഷൻസ് എഴുതാം. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 8,70,000, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh, 15 days സാലറി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സാലറി കണ്ടുപിടിക്കണം. അപ്പോൾ താഴെ ഞാൻ ആ പിങ്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സാലറി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. സാലറിയിൽ ചേഞ്ചസ് ഒന്നുമില്ല. ആ റിട്ടയർ ആവുന്നത് വരെ ഈ 32,000 തന്നെയാണ് പറയുന്നത്. പ്ലസ് അപ്പോൾ അത് ബേസിക് സാലറി പ്ലസ് DA. DA എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നില്ല. കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ DA നമ്മൾ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിലും എടുക്കും. സാലറി 32,000 പ്ലസ് 16,000 നമുക്ക് 48,000 കിട്ടും. 48,000 ഇൻറ്റു 15/26 അത് ഇക്വേഷനിലുള്ളതാണ്. 15/26 അത് നമ്മൾ 6 വർക്കിംഗ് ഡേയ്സ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. 4 ദിവസം സൺഡേ ആയിട്ട് 30 ദിവസത്തിൽ അതിൽ 15 ദിവസത്തെ സാലറി എന്ന് പറയുമ്പോൾ 15/26 ഔട്ട് ഓഫ് 26 15 ഡേയ്സ് വർക്കിംഗ് ഡേ ആയിട്ട് എടുക്കുകയാണ്. 48,000 ഇൻറ്റു 15/26 ഇൻറ്റു 27. ഇതിവിടെ ഫ്രാക്ഷൻ നമ്മൾ എടുക്കും. 26 വർഷം പ്ലസ് 8 മാസമാണ്. അപ്പോൾ അത് റൗണ്ട് ഫിഗർ ചെയ്താൽ 5 മാസത്തിൽ മേലെ ആണെങ്കിൽ അത് റൗണ്ട് ഫിഗർ ചെയ്യുമ്പോൾ 27 മാസമാവും. 27 നമുക്ക് 7,47,692 കിട്ടും. 3 എമൗണ്ട്സും കമ്പയർ ചെയ്യുക. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 8,70,000 ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh. 15 days സാലറി ആ ആവറേജ് സാലറി കിട്ടിയത് 7,47,692 ആണ്. അപ്പോൾ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ കിട്ടിയിട്ടുള്ള 7,47,692 ആണ്. അത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 8,70,000 അതിൽ നിന്ന് ഈ 7,47,692 ഡിഡക്റ്റ് ചെയ്യുക. നമുക്ക് 1,22,308 ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഗ്രോസ് സാലറിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ട എമൗണ്ട്. ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റും നോട്ട് കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റിലും സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന സാലറി എന്ന് പറയുന്ന എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. കവേർഡ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റ് ആണെങ്കിൽ നമ്മൾ DA സാലറി നമ്മൾ ആഡ് ചെയ്യും. DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആവണമെന്ന് ഇല്ല. DA എന്ന് എഴുതിയാലും അത് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ ഫ്രാക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യും പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമാണെങ്കിൽ. അതായത് റൗണ്ട് ഫിഗർ ചെയ്തിട്ട് 0.5 മേലെ, അതായത് 5 മാസത്തിൽ മേലെ ഉണ്ടെങ്കിൽ അത് 1 വർഷമായിട്ട് നമ്മൾ കണക്കാക്കും. നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ
സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ HRAയുടെ സാലറി പോലെയാണ്. അതായത് ബേസിക് സാലറി, DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ റിട്ടയർമെൻറ്റ്, കമ്മീഷൻ ആസ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ എന്നിട്ട് കിട്ടുന്ന സാലറിയാണ്. അതാണ് അതിൽ ആവറേജ് സാലറിയുടെ കാൽക്കുലേഷനിൽ എടുക്കുക. പിന്നെ നമ്മൾ പീരീഡ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യില്ല. അതായത് ഇവിടെ 26 years 8 months എന്ന് പറഞ്ഞാൽ 26 എടുക്കുള്ളൂ. നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ. ഈ 2 കേസിലുള്ള ഓരോ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടിൽ ചെയ്ത് നോക്കുക. രണ്ടും കൂടി വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.